നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 113 അധ്യായം 2 വാക്യം. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നും എന്നേക്കും തന്നെ. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യഹോവയാണ് നമുക്കുള്ളത്. സന്തോഷം വരുമ്പോൾ ഓടിച്ചെന്ന് അണയുവാനും ദുഃഖം വരുമ്പോൾ ചാരത്തിരുന്ന് കരയുവാനും ഒക്കെയായിട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള ഈശോ. ഈ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, അല്ലെങ്കിൽ ഇന്നു മുതൽ എന്നും എന്നേക്കും ലോക അവസാനം വരേക്കും എന്നുള്ള ഒരു ദൈവാർത്ഥം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഈ നാമം വാഴ്ത്തപ്പെടുക എന്നുദ്ദേശിക്കുന്നത് ഈ നാമത്തെ വാഴ്ത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ നാമത്തെ സ്തുതിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. യഹോവയുടെ സൃഷ്ടികളായ, ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളായ, ജീവശ്വാസവും രൂപസാദൃശ്യവും നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നാം തന്നെയാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും യഹോവയെ വാഴ്ത്തുമ്പോൾ, സ്തുതിക്കുമ്പോൾ അവിടെ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് അവൻ കണക്കാക്കുന്നതും പ്രിയപ്പെട്ട മനുഷ്യ മക്കളെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിലെ നാനാ അതിർത്തികളിലേക്കും കടന്നു ചെന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ, വചനം പങ്കുവയ്ക്കുവാൻ, അങ്ങനെ സന്തോഷത്തിലും സ്നേഹത്തിലും കരുണയിലും പ്രത്യാശയിലും അടിയുറച്ച വിശ്വാസത്തിലും മുന്നോട്ട് ജീവിക്കുവാൻ യഹോവയുടെ ഇതേ നാമം നമ്മെ ശക്തരാക്കട്ടെ. അതിന് ഈ വചനം നമ്മെ സ്വാധീനിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ആഫ്രിക്കയിലെ ഒരു മിഷനറി, അദ്ദേഹം ദാരിദ്ര്യം നിറഞ്ഞ ഒരു പ്രവിശ്യയിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടയ ചെക്കന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതിയ നിയമ പുസ്തകം നൽകുകയാണ്. ഇത് വായിച്ച് നീ എൻ്റെ അടുക്കലേക്ക് വരണമെന്നും അവനെ ഉപദേശിക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഇവൻ ഇദ്ദേഹത്തെ ചെന്ന് കാണുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലയോ പുരോഹിത, അല്ലയോ സർ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കൂട്ടുകാരനെ എനിക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എൻ്റെ വഴികാട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒരുപാട് തെറ്റുകളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തതെന്ന് മനസ്സിലാക്കിയത് ഈ ഒരു പുസ്തകം വായിച്ചപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇത് എനിക്ക് നൽകിയ അങ്ങും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ട്, വഴികാട്ടിയായിട്ട് എൻ്റെ ഒപ്പം കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പുരോഹിതനോട് യാത്ര പറഞ്ഞ് ആ ബാലൻ അവിടെ നിന്ന് പോവുകയാണ്. പുരോഹിതനാകട്ടെ താൻ ചെയ്ത ഒരു നന്മ പ്രവൃത്തിയിൽ ഈശോയ്ക്ക് വേണ്ടി ഒരു ആത്മാവിനെ കൂടി നേടി എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ മടങ്ങി വരികയാണ് പുരോഹിതന്റെ പക്കലേക്ക്. അന്നുണ്ടായിരുന്ന സന്തോഷമായിരുന്നില്ല ഇത്തവണ അവന്റെ മുഖത്ത് ശോഭിച്ചിരുന്നത്. പിന്നെയോ ഒരു നിരാശ, ഒരുതരം നിസ്സഹായ അവസ്ഥ, നിരാശയുടെ കൂപ്പുകുത്തലിലേക്ക് വീണുപോയ ഒരുവന്റെ മുഖസാദൃശ്യം. പുരോഹിതൻ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ അവൻ നൽകുന്ന ഉത്തരം എന്തായിരിക്കും, അല്ലെങ്കിൽ അവന്റെ നിരാശയ്ക്കുള്ള കാരണം എന്തായിരിക്കും എന്നുള്ള കഥയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ആൻസി ജോൺ. ആൻസി ജോൺ, എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കാരേറ്റ് നിന്നാണ്. ഓക്കെ, ആൻസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പ, അമ്മ, അമ്മച്ചി, ഞാൻ, അനിയത്തി. ആൻസി പഠിക്കുവാണോ, വർക്ക് ചെയ്യുവാണോ? അല്ല, ഞാൻ പഠിക്കുക, PG ചെയ്യുക. PG ചെയ്യണോ? ഓക്കെ, അപ്പൊ പഠിച്ചോണ്ടിരിക്കുവാണ്, കുഞ്ഞു കുട്ടിയാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖം സുഖം. ഓക്കെ, അപ്പോ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും വചന സമീക്ഷയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? പോവാം. അപ്പൊ ആൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അവൻ കവചം പോലെ ധരിച്ചത് എന്താണ്? തലയിൽ വച്ച ശിരവസ്ത്രം എന്താണ്? ഉടുത്ത വസ്ത്രങ്ങൾ എന്തിന്റെയാണ്? മേലങ്കി പോലെ പുതച്ചത് എന്താണ്? നീതി, രക്ഷ, പ്രതികാരത്തിന്റെ തീഷ്ണത. ഓക്കെ, സംശയമൊന്നുമില്ല? ഇല്ല ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, കാരണം അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, 4 ഉത്തരങ്ങളോളം ഉള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: നീതി, രക്ഷ, പ്രതികാരത്തിന്റെ തീക്ഷ്ണത. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ചോദ്യം ഇതാണ്: തന്റെ ശത്രുക്കളോട് യഹോവ എങ്ങനെയാണ് ഇടപെട്ടത്? വൈരികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ചെയ്തു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്:
വൈരികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ചെയ്ത്. അപ്പോ ആൻസി 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയില്ലേ? ആ ഇതിന്റെ സന്തോഷമായിട്ട് എന്താ ചെയ്യുന്നത്? പാട്ട് പാടുകയാണോ? ഒന്നുകിൽ അത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വചനം പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, പറയട്ടെ? പറഞ്ഞു. ബൈബിളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം പറയുക, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? ഞാൻ വചനം പറയാം. ഓക്കെ, എന്നാ വചനം പറഞ്ഞോളൂ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ഓക്കെ, മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമം ഏതാ? കർത്താവ്. കർത്താവ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവ ശത്രുക്കളോട് ഇടപെടുമ്പോൾ അതിന്റെ പരിണിത ഫലം എന്താണ്? അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും സൂര്യോദയിക്കുന്ന അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. വളരെ ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും സൂര്യോദയത്തിങ്കൽ അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. അപ്പോ നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം ചേച്ചി. അപ്പൊ അവസാനത്തെ ചോദ്യം കൂടാണേ, ശ്രദ്ധിച്ചു കേൾക്കാം. യഹോവയുടെ ശ്വാസത്താൽ അവരുടെ വരവ് എങ്ങനെയായിരുന്നു? പാഞ്ഞൊഴുകുന്ന അരുവി പോലെ. അപ്പം കേമിയാണ്, എല്ലാത്തിനും ഉത്തരം അറിയാം അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ശരി ഉത്തരമാണ്. എന്ത് തന്നെയായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. ഉത്തരം ഇങ്ങനെയാണ്: പാഞ്ഞൊഴുകുന്ന അരുവി പോലെ. ആൻസി 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ജീവിതത്തിലെ എല്ലാ വിജയാശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കാം. കുടുംബത്തിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻസി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ കുടുംബത്തിനും ആൻസിക്കും ഒക്കെ മുന്നോട്ടുള്ള ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. നിരാശയോടെ വന്ന ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ബാലൻ എന്തായിരിക്കും പുരോഹിതനോട് പറഞ്ഞത് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഈ കുഞ്ഞ് പുരോഹിതന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, അന്ന് അങ്ങ് എനിക്ക് തന്ന ആ പുസ്തകത്തിന്റെ 2-3 താളുകളൊക്കെ എൻ്റെ പട്ടി കടിച്ചു പറിച്ച് കഴിച്ചു. അപ്പോൾ പെട്ടെന്ന് പുരോഹിതൻ ചോദിക്കുകയാണ്, എന്താ നീ ഒരിക്കൽ കൂടെ പറഞ്ഞേ? അപ്പോൾ വീണ്ടും ഇവൻ ഇത് തന്നെ ആവർത്തിക്കുകയാണ്, എൻ്റെ പട്ടി അങ്ങ് തന്ന പുസ്തകത്തിന്റെ 2-3 താളുകൾ പിടിച്ചു പറിച്ച് കഴിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പുരോഹിതൻ പറയുന്നു, അതിന് നീ എന്തിനാ കുഞ്ഞെ വിഷമിക്കുന്നത്? നീ കരയാണ്ടിരിക്കുക, ഞാൻ നിനക്ക് പുതിയൊരു പുസ്തകം, അതുപോലത്തെ പുസ്തകം തരാം. അപ്പോൾ ഈ കുഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്, ഇല്ല, അത് എൻ്റെ പട്ടി കടിച്ചു പറിച്ചു കഴിച്ചു, എൻ്റെ പുസ്തകം ചീത്തയായി, ഇനി അത് എനിക്കിനി അത് തന്നെ കിട്ടത്തില്ല. അങ്ങനെ അവൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുരോഹിതൻ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് നീ ഒന്ന് സമാധാനപ്പെടൂ, അതൊരു പുസ്തകമല്ലേ, ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഇവൻ വീണ്ടും പറയുന്നുണ്ട്, ഇല്ല, കാരണം ആ പുസ്തകത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ തെറ്റുകളെ തിരുത്തിയത്. പ്രത്യേകിച്ച് എനിക്ക് മറ്റുള്ളവരെ അടിക്കാൻ തോന്നുമായിരുന്നു, ഞാൻ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ കൊല്ലണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കൊല്ലാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കുന്നിൻ്റെ മുകളിൽ നിന്ന് അവരെ തള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്, കുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ട്, അവരെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ പാപമാണല്ലോ കൊലപാതകം. അതിൽ നിന്ന് പോലും ഞാൻ പിന്തിരിഞ്ഞത് ഈ പുസ്തകം വായിച്ചിട്ടാണ്. അപ്പോൾ ഈ പുരോഹിതൻ ചോദിക്കുന്നു, അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അതുപോലൊരു പുസ്തകം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതും ഇതുമായിട്ട് നീ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്? അപ്പോൾ അവൻ നൽകിയ ഉത്തരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ 2ാമത്തെ കോളറിലേക്ക് പോയിട്ട്. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മാവേലിക്കര കണ്ണമംഗലത്തുള്ള പൊന്നമ്മ ആന്റി, മാവേലിക്കര എന്നല്ലേ? അതെ അതെ. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കള്, ഞാൻ. ആന്റി വർക്ക് ചെയ്യുവാണോ? ഹൗസ് വൈഫാ. ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാരുമായിട്ട് സന്തോഷത്തോടെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കയറിയാലോ? ചോദ്യം ഇതാണ്: എങ്ങനെയുള്ളവരെയാണ് യഹോവ കടാക്ഷിക്കുന്നത്?
ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ആന്റി? ആ ആ, എങ്ങനെയുള്ളവരെയാണ് യഹോവ കടാക്ഷിക്കുന്നത്? എങ്ങനെയുള്ളവരെയാണ് യഹോവ കടാക്ഷിക്കുന്നത്? ഉം. ദൈവത്തിന്റെ വചനത്തിങ്കിൽ ഇറക്കുന്ന മനുഷ്യനെ കടാക്ഷിക്കും. എങ്കിലും മനുഷ്യനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ കടാക്ഷിക്കും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ. ഉത്തരം ഇങ്ങനെയാണ്: ദരിദ്രനും മനസ്സ് തകർന്നവനും അവന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ചോദ്യം ഇതാണ്: സ്വന്തം വഴികൾ തിരഞ്ഞെടുത്ത അഹങ്കാരികളായവരുടെ ബലിയർപ്പണത്തെ കുറിച്ച് യഹോവ എന്താണ് പറയുന്നത്? സ്വന്തം വഴികൾ തിരഞ്ഞെടുത്ത അഹങ്കാരികളുടെ ബലിയർപ്പണത്തെ കുറിച്ച് എന്താ പറയുന്നത്? കുഞ്ഞാടിന്റെ യാഗം കഴിക്കുകയും നായയുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നു, ഭോജനായം കഴിക്കുകയും ചെയ്യുന്നു. ആന്റി ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാവോ? ധൂപം കാണിക്കുകയും നിത്യമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നതാണ്. ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഉത്തരം. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ. ഉത്തരം ഇങ്ങനെയാണ്: അവരുടെ മനസ്സ് മ്ലേച്ഛതകളിൽ പ്രമോദിക്കുന്നു. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇന്നൊരു വചനമാണോ പങ്കുവെക്കുന്ന, ഒരു പാട്ട് പാടുന്നോ, എന്താ ചെയ്യുന്നേ? ഒരു പാട്ട് പാടാം. പാടിക്കോളൂ ആന്റി. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും താരമേ ഞാൻ കാണുന്നുണ്ടൻ ഈ ലോക സാക്ഷികളെല്ലാരും മാറിപ്പോയാലും എന്റെ സഹായൻ ദൈവമേ നീ അല്ലാതെല്ലാരും എൻ യേശു മാത്രം ഏതു നേരത്തും. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടി. ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റട്ടെ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഗാനത്തിന്റെ അതേ നിർമ്മലതയിൽ തന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സ്വന്തം വഴികൾ തിരഞ്ഞെടുത്തവരോട് യഹോവ ചെയ്യുന്നത് എന്താണ്? സ്വന്തം വഴികൾ തിരഞ്ഞെടുത്തവരോട് യഹോവ ചെയ്യുന്നത് എന്താണ്? ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്കും വരുത്തും. അതെ, അതാണ് ശരി ഉത്തരം. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ചോദ്യം ഇതാണ്: യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ സ്വന്തം വഴി തിരഞ്ഞെടുത്തവർ എങ്ങനെയാണ് കാണുന്നത്? ആന്റി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ സ്വന്തം വഴി തിരഞ്ഞെടുത്തവർ എങ്ങനെയാണ് കാണുന്നത്? യഹോവ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുകയും നിങ്ങളെ പകച്ച് അവന്റെ നാമം നിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രക്ഷിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. വചനം അത് തന്നെയാണ്. അപ്പൊ അതിൽ തന്നെ ഉത്തരം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവരെ വെറുത്ത് പുറത്താക്കി കളയുന്നു. അതെ. അപ്പോ 4 ചോദ്യങ്ങളും നമ്മൾ പിന്നിട്ടു. അപ്പൊ സന്തോഷമായില്ലേ? ഏറെക്കുറെ എല്ലാത്തിനും ഉത്തരം പറയാനും പറ്റി. ഓക്കെ. അപ്പൊ ആന്റി ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. പൊന്നമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി മാക്സിമം എല്ലാത്തിനും ഉത്തരം പറയാനും ശ്രമിച്ചു.
ആൻറ്റി നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊരു ഗാനമൊക്കെ ആലപിച്ചു. അപ്പം ആൻറ്റിക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ഈ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ആ ബാലൻ പുരോഹിതനോട് പറയുന്നുണ്ടായിരുന്നു ആ ഒരു പുസ്തകം അവൻ്റെ പട്ടി കടിച്ചു കയറി കഴിച്ചു എന്നുള്ളത്. എന്നിട്ട് അവൻ കുറേ ആകുലതകളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പുരോഹിതൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഇതും അതും തമ്മിൽ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നം? അപ്പോൾ അവൻ പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഞാൻ ഈ ഒരു പുസ്തകം വായിച്ച് അത് മനസ്സിലാക്കിയപ്പോഴാണ്, എൻ്റെ ഉള്ളിലേക്ക് ഇതിലെ വാക്കുകൾ ഇറങ്ങി ചെന്നപ്പോഴാണ് ഞാൻ ഇത്രയും നല്ലൊരു മനുഷ്യനായിട്ട് മാറുവാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഞാൻ മാറിയത്, എൻ്റെ ഉള്ളിലെ കൊലപാതക ശ്രമത്തിനുള്ള പ്രവണതകളൊക്കെ മാറിയത്. അതേസമയം എൻ്റെ ഈ നായയും ഇത് കഴിച്ചില്ലേ, ഇവൻ്റെ ഉള്ളിലേക്ക് ഈ പുസ്തകം ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഇതളുകൾ അവൻ ഭക്ഷിച്ചത് അവൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകില്ലേ? അതായത് ഈ പുലികളിൽ നിന്നും അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്നും കരടിയിൽ നിന്നും ഒക്കെ എന്നെയും എൻ്റെ ആട്ടിൻകൂട്ടത്തെയും രക്ഷിക്കുന്നത്, മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ ഈ നായയാണ്. അങ്ങനെയെങ്കിൽ ഇവനും ഈ വന്യജീവികളോട് എതിർത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളെ മാറ്റിമറിക്കേണ്ടി വരികയില്ലേ? ഇവനും അവരോട് രമ്യതപ്പെടേണ്ടി വരികയില്ലേ? അവരെ മിത്രങ്ങളാക്കില്ലേ? അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഇവനും ശ്രമിക്കില്ലേ? എന്നെപ്പോലെ അവൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നും ഇവനും പിൻവലിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പുരോഹിതനാകട്ടെ അമ്പരന്ന് നിൽക്കുകയാണ്. ഈ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? ഒരുപക്ഷെ അവൻ്റെ നിഷ്കളങ്കതയുടെ പുറത്താകാം ആ പുസ്തകം വായിച്ചത് കൊണ്ട്, അതിൻ്റെ ഉള്ളിലെ വാക്കുകൾ ഭക്ഷിച്ചത് കൊണ്ട് അവന് ഇത്തരത്തിലുള്ള മാറ്റമുണ്ടായി. അവൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിന്ത രൂപപ്പെട്ടു വന്നു. ആ പുസ്തകം കഴിച്ച നായയ്ക്കും അത് തന്നെ ആയിരിക്കില്ലേ സംഭവിക്കുക? ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കഥ നമ്മളോട് പറയാതെ പറയുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്ന് നമുക്ക് മടങ്ങി വന്നതിന് ശേഷം കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജാസ്മിൻ എന്നാണ്. ജാസ്മിൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ എവിടെന്നാ മോനെ? കേട്ടില്ല. കരകുളം. ഓക്കെ. ജാസ്മിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അമ്മയുണ്ട്, പിന്നെ എന്റെ അച്ഛനുണ്ട്. ഓക്കെ. അപ്പോ ജാസ്മിൻ പഠിക്കുവാണോ? ഞാൻ പഠിക്കുവാ. ഓക്കെ, പഠിക്കുവാണ്. അപ്പൊ അറിയാലോ. അപ്പൊ വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവ യാക്കോബിൽ നിന്നും യഹൂദായിൽ നിന്നും ഉത്ഭവിപ്പിക്കുന്നത് എന്താണ്? യഹോവ യാക്കോബിൽ നിന്നും യഹൂദായിൽ നിന്നും ഉത്ഭവിപ്പിക്കുന്നത് എന്താണ്? മോനെ, ഫോൺ ഒന്നും കൂടി ക്ലോസ് ആക്കി വെച്ചിട്ട് പറയാവോ? പറഞ്ഞോളൂ. ഒരു സന്തതിയെയും ഒരു അവകാശിയെയും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഒരു സന്തതിയെയും ഒരു അവകാശിയെയും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യഹോവയെ അന്വേഷിച്ചിട്ടുള്ള ജനത്തിന് അവൻ വാഗ്ദാനം ചെയ്തത് എന്താണ്? കന്നുകാലികൾക്ക് ഇടപ്പിടവും ആടുകൾക്ക് സ്ഥലവും. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, സംശയമില്ല. ഓക്കെ, അപ്പോ ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ആടുകൾക്ക് മേച്ചിൽ സ്ഥലവും കന്നുകാലികൾക്ക് കിടപ്പിടവും. അപ്പൊ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ സന്തോഷത്തിൽ നമുക്ക് എന്ത് വേണം? ഒരു പാട്ട് പാടണോ, അതോ ഒരു വചനം പറയണോ? എന്ത് വേണം? വചനം പറയാം. വചനം പറഞ്ഞോളൂ. വചനം: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. റഫറൻസ് പറയാറിയോ? യോഹന്നാൻ 1:1. വചനം പഠിക്കുമ്പോൾ ബാലപാഠവാ അല്ലേ ഇത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ ഒരു വചനമൊക്കെ പറഞ്ഞതില്. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: എവിടെയാണ് ആടുകൾക്ക് മേച്ചിൽ സ്ഥലവും കന്നുകാലികൾക്ക് കിടപ്പിടവും ഒരുക്കിയത്? ഒന്നുകൂടെ പറയാവോ? എവിടെയാണ് ആടുകൾക്ക് മേച്ചിൽ സ്ഥലവും കന്നുകാലികൾക്ക് കിടപ്പിടവും ഒരുക്കിയത്?
ആഖോർ താഴ്വരയിലും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, ഷാരോനിലും ആഖോർ താഴ്വരയിലും. ഓക്കെ. 3 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ചോദ്യം ഇതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ ഈ 4 ചോദ്യങ്ങൾ ശരിയാവും. ഓക്കെ ഓക്കെ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം ഇതാണേ. യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ ആരാധിച്ചവരോട് യഹോവ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അവരെ ആളിന് എത്തിച്ചു കൊടുക്കും. സംശയം വേണ്ട, ഉറപ്പിക്കാമല്ലോ അല്ലേ? ഉറപ്പിക്കാം. 3 തരം ഉറപ്പിച്ചു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, അവരെ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോ 4 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു, ഒരു വചനം ഒക്കെ പങ്കുവച്ചു. ജാസ്മിൻ, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി വചന സമീക്ഷയിലേക്ക് വിളിക്കുക. ഉറപ്പായിട്ടും വിളിക്കാം. ജാസ്മിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഓക്കെ മോളെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മോളെ. ജാസ്മിൻ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ അവസാനത്തെ കോളർ. അപ്പോൾ ജാസ്മിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, നന്നായിട്ട് പഠിക്കാൻ ആ കുഞ്ഞിന് സാധിക്കട്ടെ. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ കുഞ്ഞ് പറഞ്ഞ നിഷ്കളങ്കമായിട്ടുള്ള ബാലൻ പറഞ്ഞ ഇടയച്ചക്കൻ പറഞ്ഞ ഉത്തരത്തിലായിരുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ഒരു പുരോഹിതൻ അമ്പരുന്നത് പോലെ ഒരുപക്ഷെ ആ ഉത്തരം കേട്ട് നമ്മളും അമ്പരന്നിട്ടുണ്ടാകാം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഒരിക്കൽ പോലും പ്രാർത്ഥന മുടങ്ങാതെ നമ്മുടെ പ്രാർത്ഥന ക്രമങ്ങളിലൊന്നും അല്ലെങ്കിൽ ആ ചിട്ടകളിലൊന്നും ഒരു മാറ്റവും വരുത്താതെ എപ്പോഴും പ്രാർത്ഥനയാകുന്ന ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നമ്മൾ. പക്ഷെ ആ ബാലൻ തൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ജീവചൈതന്യത്തെ, വചനത്തിൻ്റെ ജീവഗ്രന്ഥികളെ ചേർത്തണച്ചതുപോലെ നമുക്ക് ചേർക്കാൻ സാധിച്ചിട്ടുണ്ടോ? അന്ധമായിട്ടുള്ള വിശ്വാസം. ആ പുസ്തകം വിഴുങ്ങിയാൽ പോലും അതിൽ മാറ്റമുണ്ടാകും, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. ആ പുസ്തകത്തിൻ്റെ പേപ്പർ ചവച്ചരച്ച് കഴിച്ചാൽ അതിലെ വാക്കുകൾ ഉള്ളിലേക്ക് ആവാഹിച്ചിറങ്ങി അവിടെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള അവൻ്റെ അന്ധമായിട്ടുള്ള വിശ്വാസം പോലെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം നമുക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസ രൂപീകരണം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കാം. ഇനി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ആ ബാലനെ പോലെയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസം, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്ന, വാക്കുകളാകുന്ന, കടമെടുക്കപ്പെടേണ്ട വാക്കുകളാകുന്ന ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.